അസ്സലാമു അലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണിത്. ഇത് ഞാൻ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ലാതെയും ഇത് ഓവനിലല്ലാതെയും ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്തെടുത്തത് ഓവനിലാണ്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് ചില്ലി ചിക്കൻ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ആ ചില്ലി ചിക്കൻ്റെ മസാലയോട് കൂടി ഇത് കഴിക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ പുറം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയ ഒരു സ്നാക്കല്ല ഇത്. നമുക്കതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണം. ഇതിപ്പോൾ ഞാൻ വനസ്പതിയാണ് ചേർത്തത്. ഡാൽഡയോ ബട്ടറോ വനസ്പതിയോ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഒക്കെ ഇതുപോലെ ആവും. എല്ലായിടത്തും ആ ഓയിൽ എത്താൻ വേണ്ടിയാണ്. പിന്നെ ഒരു മുട്ടയുടെ മഞ്ഞക്കരും 2 ടേബിൾ സ്പൂൺ തൈരും ചേർക്കാം. തൈരും ചേർത്തതിന് ശേഷം പിന്നെ ഇത് ചെയ്യേണ്ടത് തണുത്ത വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് തണുത്ത വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇത് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ എടുപ്പനായി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം അത്രയേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഉപ്പും 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, ഇതൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു നുള്ളു കസൂരി മേത്തിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഇതിനാണിപ്പോൾ ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നത് ഫ്രൈ ആയി വരുന്ന സമയത്ത് കുഞ്ഞു സ്ക്വയറായിട്ട് മുറിച്ച 2 സവാളയും ഒരു ഹാഫ് ക്യാപ്സിക്കവും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇത് 3 ഓരോ ടീസ്പൂണായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇതിനൊക്കെ ഉപ്പുണ്ടാകുമ്പോൾ കുറച്ച് അധികമായി പോകുമല്ലോ. പിന്നെ ഒരു നുള്ളു കസൂരി മെത്തിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ആക്കിയാൽ തന്നെ നമ്മുടെ ചില്ലി ചിക്കൻ മസാല റെഡിയായി. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവുണ്ടല്ലോ അത് ഞാനിവിടെ 10 ബോൾസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ പൊടിയൊന്നും ചേർക്കാതെ പരത്തുന്നതാണ് നല്ലത്. ഇതുപോലെ ഒരു പത്തിരിയുടെ സൈസിൽ അളവിൽ ഇത് പരത്തിയെടുക്കണം. ഇങ്ങനെ കനം കുറച്ച് പരത്തലാണ് നല്ലത്. കാരണം നമ്മളിതിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഉൾഭാഗം വേവാതായി പോകും തടി കൂടിക്കഴിഞ്ഞാൽ. ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ നടുഭാഗത്തൊരു കട്ടിട്ട് സൈഡിൽ നമ്മുടെ മസാല വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ കോണായിട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഈ ഭാഗം ഇതുപോലെ ഒട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ അറ്റം ഉണ്ടല്ലോ അത് വേറൊരു സ്റ്റൈലാണ് മടക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഇടവ ഒട്ടിച്ചതിന് ശേഷം അത് ബാക്കോട്ടേക്ക് ഇതിങ്ങനെ ബാക്കിലേക്ക് മടക്കിയിട്ട് താഴെ ഉള്ളിൽ അമർത്തി വെച്ച് കൊടുത്താൽ മതി. സമൂസയൊക്കെ കാണാറില്ലേ, അതേപോലെ പഞ്ചാബി സമൂസയുടെയൊക്കെ അതുപോലെ ആ ഷേപ്പിൽ തന്നെ ഇതാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഓരോന്നായിട്ട് പരത്തി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. കുത്തനെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ താഴ്ഭാഗം വേഗം ഇങ്ങനെ അമർത്തുമ്പോൾ തന്നെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ തിരിച്ച് വെച്ച് നമ്മുടെ പഞ്ചാബി സമൂസയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ നിൽക്കണം. പഞ്ചാബി സമൂസയൊക്കെ പോലെ ഇങ്ങനെ കുത്തനെ വെക്കാൻ പറ്റണം. അതുപോലെ ഞാൻ ബാക്കിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുണ്ടല്ലോ ഒരു മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരു മുട്ട നന്നായി അടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രൈ ആയ പോലെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കാം മുട്ട. ബ്രഷ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിപ്പോൾ ഓവൻ ഞാൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് വെളുത്ത എള്ളും പിന്നെ ഞാൻ കറുപ്പാണ് എടുത്തത്. കറുത്ത എള്ളും എടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്കാണ്, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നും. എൻ്റെ ഈ ഇടഭാഗം ഉണ്ടല്ലോ ഇവിടെ ഈ എള്ള് ഇതുപോലെ ഒന്നിട്ട് കൊടുക്കണം. കറുത്ത എള്ള് കുറച്ച് മതി, ഒരു 1-2 അങ്ങനെയായിട്ട് കുറച്ചായിട്ട് കാണുമ്പോൾ ഭംഗി ഉണ്ടാകും. ഇതുപോലെ എല്ലാത്തിലും ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഓവൻ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓവൻ ട്രൈയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അരമണിക്കൂറാണ് വെച്ചത്. അരമണിക്കൂറായപ്പോൾ
ചെറിയ അതിന് കുറച്ചുകൂടെ കളർ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ സാധനം നന്നായിട്ട് വെന്ത് വരും. ഉള്ളൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല നല്ല അടിപൊളി നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നോമ്പൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണിത്. പിന്നെ നല്ല സോഫ്റ്റാണ്, ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ ചൂടോടെ ഞാൻ പൊട്ടിച്ച് നോക്കുകയാണ്, കൈ ചൂടുകൊണ്ട് അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചില്ലി ചിക്കൻ്റെ ഫില്ലിംഗ് ആയതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കുമ്പോൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.